Hi friends, welcome back to your YouTube channel X Army Suresh Lifestyle. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ തന്നെ ചിക്കൻ മാനുറെ കമ്പോസ്റ്റ് ഉണ്ടാക്കാം, കോഴിവളം കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ആളെന്നുള്ള ബെൽ ഐക്കണും അമർത്തുക. താങ്ക് യു. നേരെ സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരും. പ്ലാസ്റ്റിക് തൃപ്പാൾ വിരിച്ച് അതില് നമ്മൾ ചകിരിച്ചോറാണ് ഇടുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഒരു കമ്പോസ്റ്റ് ആക്കി മാറ്റി എടുക്കാൻ പറ്റും. അതിനാണ് ചകിരിച്ചോറ് കൊണ്ട് അതിൽ ചേർക്കുന്നത്. നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടെ കുറച്ച് കോഴിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയൊരു ഷീറ്റ് വിരിക്കുക. നിങ്ങൾക്ക് എത്ര കോഴിയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ വലിയ തൃപ്പാളൊക്കെ വിരിച്ച് എടുക്കുക. കംപ്ലീറ്റ് കോഴി കാഷ്ടം ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൽ മുകളിൽ കൂടെ കുമ്മായപ്പൊടി വിതരണം. ഇത് കുമ്മായപ്പൊടിയാണ്. കുമ്മായപ്പൊടി എന്ന് വെച്ചാൽ കക്ക നീറ്റി കിട്ടുന്ന പൊടിയുണ്ടല്ലോ, അതാണ്. ഇത് നമ്മൾ ഡെയിലി 2 പ്രാവശ്യം നല്ല എടുത്ത് ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോഴത് ഉണങ്ങുള്ളൂ കേട്ടോ. കൂമ്പാരം ആയതുകൊണ്ട് ഞാനത് തട്ടി നിരത്തി കൊടുക്കുകയാണ്. തട്ടി നിരത്തിയിട്ട് വീണ്ടും അല്പം കുമ്മായപ്പൊടിയും കൂടെ ഞാൻ ഇടും. എല്ലാ സ്ഥലത്തും കുമ്മായപ്പൊടി കിട്ടും. കുമ്മായപ്പൊടിയെല്ലാം ഇട്ട് നിരത്തി ഇട്ടിരിക്കുകയാണ്. ഇനി നാളെ ഇതിന് 2 പ്രാവശ്യം, നാളെ തൊട്ട് നമ്മൾ ഡെയിലി 2 പ്രാവശ്യം നിരത്തി കൊടുക്കണം, ഒന്ന് മറിച്ച് കൊടുക്കണം. അപ്പോഴേ കുമ്മായെല്ലാം നല്ലപോലെ പിടിച്ച് എല്ലാ സ്ഥലത്തും എത്തി നല്ല ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഡെയിലി 2 പ്രാവശ്യം നമ്മൾ നിരത്തി കൊടുക്കണം. പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് മഴ വല്ലതും വന്നു കഴിഞ്ഞാൽ തട്ടിക്കൂട്ടി പെട്ടെന്ന് തന്നെ മഴ നനയാതെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെ ഇടുന്നത്. തറയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഷെഡിനകത്തോ വല്ലതും ഇട്ട് ഇരിക്കേണ്ടി വരും. ഇത് ഞാൻ വെളിയിലാണല്ലോ ഇടുന്നത്, അതുകൊണ്ടാണ് ഈ ഷീറ്റിന്റെ മുകളിൽ തന്നെ ഇടുന്നത്. കോഴിക്കോടിന്റെ അടിയെല്ലാം നല്ല വൃത്തിയാക്കിയ ശേഷം മരപ്പൊടി ഇട്ടു. രണ്ടാമത് നെറ്റ്, അതിന്റെ അടിവശത്ത് ഒരു നെറ്റ് ഇട്ട് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഈ ഷീറ്റിന്റെ മുകളിലാണ് കോഴിക്കാട്ടം വരുന്നത്. അപ്പൊ ഇത് ഷീറ്റിന്റെ മുകളിലും മരപ്പൊടി ഇടും. നല്ല വൃത്തിയായിട്ടായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം, ഞങ്ങളുടെ ഞായറാഴ്ചയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഞാൻ നല്ലപോലെ ഇതിനെ ഇളക്കി മറിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ വ്യത്യാസം മനസ്സിലായോ? ഇത് നല്ല പൊടിഞ്ഞ് വരും.
ഈ കുമ്മായപ്പൊടിയും ചകിരി വേസ്റ്റും എല്ലാം ഇട്ട് നല്ല പൊടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ 15 ദിവസം കഴിഞ്ഞു. നല്ലപോലെ ഉണങ്ങി പൊടിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് ഞാനിവിടെ ഒരു ചാക്കിൽ കെട്ടി വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മളെ മലക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചിക്കൻ മാനുവൽ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരു ചാക്കിൽ മാറ്റാം. ഇനി കുറച്ച് കോഴികളുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ചാക്കിന് മാത്രമേ ഉള്ളൂ. നമുക്കിത് കെട്ടി വയ്ക്കാം. യാതൊരു കോഴിക്കാട്ടത്തിൻ്റെ യാതൊരുവിധ സ്മെല്ലോ ഒരു കാര്യങ്ങളും ഇല്ല. ഈ രീതിയിൽ നിങ്ങൾ ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെച്ച് നിങ്ങൾക്ക് മലക്കറിക്കും വാഴയ്ക്കോ ഏതിനോടെ ഇടാം. അപ്പം മലക്കറിക്കൊക്കെ ഇടുമ്പം പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ചോട്ടിൽ നിന്ന് മാറ്റി വളരെ കുറച്ച് മാത്രമേ ഇടാൻ പാടുള്ളൂ. എൻ്റെ കോഴിവളം കമ്പോസ്റ്റ് ഇവിടെ റെഡിയായി. ആ ചാക്കിലെല്ലാം കെട്ടി മാറ്റി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്നേഹപൂർവം സുരേഷ് നടൻ. ടേക്ക് കെയർ. ബൈ. See you next video. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ കോഴിവള കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ കോഴിവളം കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു. Bye. All the best.